ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും അർച്ചന ചേച്ചി LLB സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ വിജയ് ശങ്കർ ആര്യോട് പറയുന്നുണ്ട്, മോളെ നീ എന്നെ തെറ്റിദ്ധരിക്കണ്ട, ഞാൻ ചിന്നുവിനോട് സ്നേഹം കാണിക്കുന്നത് അവളുടെ അമ്മയെ തകർക്കാൻ വേണ്ടിയാണ്, നീ അതൊന്നും കാര്യമാക്കണ്ട എന്ന് പറയുമ്പോ ആര്യ പറയുന്നുണ്ട്, ഞാൻ ഇതൊന്നും വിശ്വസിക്കില്ല അച്ഛ. എന്തായാലും ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ചിന്നു ഇവിടെ വരുന്നതോ സ്റ്റേ ചെയ്യുന്നതോ എനിക്കിഷ്ടമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യത്തോടെ ആര്യ അവിടെ നിന്നും പോവുകയാണ്. ചിന്നു അവളുടെ അമ്മ പറയുന്നത് മാത്രമേ കേൾക്കുള്ളൂ എന്ന് ഇപ്പോഴെങ്കിലും വിജയേട്ടന് മനസ്സിലായോ? വിജയേട്ടൻ എന്നെ അമ്പാട്ടേക്ക് പറഞ്ഞയച്ച് എന്നെ നാണം കെടുത്തി ഇപ്പൊ നമ്മുടെ സ്വന്തം മോളെ എതിർത്ത് നിൽക്കുന്നു. ചിന്നുവിന്റെ പിന്നാലെ ഇങ്ങനെ നാണം കെട്ട് നടക്കാതെ വിജയേട്ടന് അവളെ മറന്നൂടെ എന്ന് ചന്ദ്ര ചോദിക്കുമ്പോ വിജയ് ശങ്കർ പറയുന്നുണ്ട്, ഞാൻ ചിന്നുവിന്റെ പിന്നാലെ നടക്കുന്നത് അവളെ സ്നേഹിക്കാനോ താലോലിക്കാനോ അല്ല, അച്ഛനെ നശിപ്പിക്കുക എന്ന ഒരൊറ്റ ലക്ഷ്യം വെച്ചാണ്. അതിനുവേണ്ടി എനിക്ക് ചിന്നുവിനെ എന്റെ പക്ഷത്താക്കിയേ മതിയാവൂ. അതിന് ഇപ്പൊ ആര് പറഞ്ഞാലും ശരിയെന്ന് വിജയ് ശങ്കർ പറയുമ്പോ ദേഷ്യപ്പെട്ടുകൊണ്ട് ചന്ദ്രയും അകത്തേക്ക് പോവുകയാണ്. അങ്ങനെ രാത്രിയിൽ രുക്കുവും അച്ചുവും ചിന്നുവും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ചിന്നുവിനോടൊപ്പം രുക്കു ചോദിക്കുന്നുണ്ട്, ചിന്നു എന്താണ് ചന്ദ്രകാന്തത്തിലേക്ക് അച്ഛനെ കാണാൻ പോയിട്ട് പെട്ടെന്ന് തിരിച്ചു വന്നത്? 2 ദിവസം നിൽക്കാനായിട്ടല്ലേ പോയത്, പിന്നെന്താ ഇങ്ങോട്ടേക്ക് തന്നെ വന്നതെന്ന് ചോദിക്കുമ്പോ ചിന്നു പറയുന്നുണ്ട്, ഞാൻ അവിടെ നിൽക്കാനായിട്ട് പോയതല്ല, ഞാൻ എന്റെ അച്ഛനെ കാണാനായി പോയതാണെന്ന് പറയുമ്പോ രുക്കു ആണെങ്കിൽ ചിന്നുവിന്റെ മനസ്സ് മാറ്റിയെടുക്കാൻ നോക്കുകയാണ്. മക്കളുടെ കാര്യത്തിൽ അച്ഛനും അമ്മയ്ക്കും അവകാശമുണ്ട്, അമ്മയ്ക്ക് കൊടുക്കുന്ന ഇമ്പോർട്ടൻസ് അച്ഛനും അതുപോലെ കൊടുക്കണമെന്നാണ് എന്റെ കാഴ്ചപ്പാട്. അച്ഛന് മാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കാതിരിക്കുന്നത് ഒരു പാപമല്ലേ? അങ്ങനെ ചെയ്യുന്നവർക്ക് ദൈവദോഷം കിട്ടുമെന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത് എന്ന് രുക്കു പറയുമ്പോ ചിന്നുവിനാണെങ്കിൽ ആകെ ടെൻഷൻ ആവുകയാണ്. അച്ചു എന്നിട്ട് രുക്കുനോട് പറയുന്നുണ്ട്, രുക്കു നീ വെറുതെ ചിന്നുവിനെ ടെൻഷൻ ആക്കണ്ട, വെറുതെയാണ് മോളെ, അങ്ങനെയൊന്നും ഇല്ല എന്ന് പറയാണ്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് അർച്ചനയും വരുന്നുണ്ട്. അർച്ചനയും അവരുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുകയാണ്. അർച്ചന ഇപ്പൊ ചോദിക്കുന്നുണ്ട്, മഞ്ജു രമ്യയും അവരുടെ വീട്ടിലേക്ക് പോയിട്ട് ഇതുവരെ തിരിച്ചെത്തിയില്ലേ എന്ന് ചോദിക്കുകയാണ്. രുക്കു അപ്പൊ പറയുന്നുണ്ട്, മടങ്ങി വന്നിട്ടില്ല, അവരെല്ലാം ഇനി നാളെ തിരിച്ചു വരൂ, ചേട്ടന്മാരും അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട്, ഭാര്യമാരുടെ വീട്ടിൽ പോയിട്ട് ഒരു രാത്രി പോലും ഉറങ്ങാത്ത ചേട്ടന്മാരാണ് ഇപ്പോൾ അവിടെ പോയിരിക്കുന്നത്. എല്ലാവർക്കും എന്തു പറ്റിയോ എന്തോ, എവിടെയോ എന്തോ ഒരു പ്രശ്നം നടക്കാൻ സാധ്യതയുണ്ട്. എന്തായാലും ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് മുതൽ എല്ലാവർക്കും വലിയ മാറ്റങ്ങളെല്ലാം സംഭവിച്ചിട്ടുണ്ടെന്ന് രുക്കു പരിഹസിച്ചുകൊണ്ട് പറയുമ്പോ ഇതെല്ലാം കേട്ടുകൊണ്ട് അച്ചുവും അർച്ചനയും ചിരിക്കുകയാണ്. പിന്നീട് അർച്ചന പറയുന്നുണ്ട്, അനന്തനും മുകുന്ദനും എങ്ങോട്ടും പോയിട്ടില്ല, മുകുന്ദന് ഓഫീസിൽ നിന്ന് കണക്കെടുപ്പാണ്, അവൻ ഇന്ന് നൈറ്റ് ആണ്. അനന്തനാണെങ്കിൽ അവന്റെ ഫ്രണ്ടിന്റെ അച്ഛന് വയ്യാന്ന് പറഞ്ഞ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്, ലേറ്റ് ആയിട്ടേ വരുള്ളൂ എന്ന് അർച്ചന രുക്കുവിനോട് പറയുമ്പോ ഇത് കേട്ട് രുക്കു ആകെ നാണം കിടുന്നുണ്ട്. വീണ്ടും അർച്ചന പറയുന്നുണ്ട്, രുക്കു ഇതൊന്നും അറിഞ്ഞില്ലേ, രുക്കു ഇവിടേക്ക് വന്നതുകൊണ്ട് ആരുടെ സ്വഭാവത്തിലും മാറ്റം വരാൻ പോകുന്നില്ല, ഇപ്പൊ മാറ്റം വരികയുമില്ല എന്ന് അർച്ചന പറയുമ്പോ അച്ചു പറയുന്നുണ്ട്, ഇതാണ് മോളെ ഞങ്ങൾ സഹോദരങ്ങൾ തമ്മിലുള്ള ബന്ധം, ഉരുക്കു ബന്ധമാണ് എന്ന് അച്ചു പറയുമ്പോ രുക്കു മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, നിങ്ങൾ തമ്മിലുള്ള ഈ ഉരുക്കു ബന്ധം ഞാൻ ഐസ് പോലെ ഒരു ദിവസം ഒരുക്കി കളയുമെന്ന് മനസ്സിൽ ചിന്തിക്കുകയാണ്. അർച്ചന അപ്പൊ രുക്കുവിനോട് ചോദിക്കുന്നുണ്ട്, എന്താണ് രുക്കു നീ ആലോചിച്ചിരിക്കുന്നതെന്ന്. രുക്കു അപ്പൊ പറയുന്നുണ്ട്, ഒന്നുമില്ല, ഞാൻ നിങ്ങളുടെ സഹോദര ബന്ധം ആലോചിക്കുകയായിരുന്നു. ശരിക്കും നിങ്ങളുടെ ഈ ബന്ധം ഒരു മാതൃകയാക്കേണ്ടതാണ്, ഒരു സിനിമ എടുക്കാനുള്ള കഥ നിങ്ങളുടെ അടുത്ത് ഉണ്ടെന്നൊക്കെ പറയാണ്. അപ്പോഴാണ് ചിന്നു പറയുന്നത്, എനിക്ക് എല്ലാവരോടും ഒരു കാര്യം പറയാനുണ്ട്. എന്തായാലും ഇപ്പൊ രുക്കു ആന്റിയും കുഞ്ഞമ്മാവനും നല്ല സ്നേഹത്തിലാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും സന്തോഷത്തോടെ ഒരു ട്രിപ്പ് പോയി വന്നാലോ എന്ന് ചോദിക്കുമ്പോ അച്ചു പറയുന്നുണ്ട്, അതിനെന്താ ഞാൻ റെഡി എന്ന് പറയുമ്പോ രുക്കു മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, ജോലിയും കൂലിയും ഇല്ലാത്തവർ എങ്ങോട്ട് പോവാനും റെഡി ആയിരിക്കുമല്ലോ, അവർക്ക് ഇഷ്ടം പോലെ സമയം ഉണ്ടാവില്ലോ എന്നൊക്കെ ചിന്തിക്കുകയാണ്. അച്ഛനപ്പൊ ചിന്നുവിനോട് പറയുന്നുണ്ട്, ടൂർ പോകുന്നതിന് അനന്തനും മുകുന്ദനും സമയം ഉണ്ടാവോ അറിയില്ലല്ലോ, അവർക്ക് ജോലി തിരക്കല്ലേ എന്ന് ചോദിക്കുമ്പോ ചിന്നു പറയുന്നുണ്ട്, അമ്മാവന്മാർക്ക് സമ്മതമാണ്, ഞാൻ അവരെ വിളിച്ചു ചോദിച്ചു എന്ന് പറയാണ്. അർച്ചനപ്പൊ പറയുന്നുണ്ട്, ശരി, അവർക്ക് സമ്മതമാണെങ്കിൽ നമുക്ക് പോവാം, എങ്ങോട്ടാണ് പോവേണ്ടതെന്നൊക്കെ നിങ്ങൾ തമ്മിൽ തീരുമാനിച്ച് പ്ലാൻ ചെയ്താൽ മതി എന്ന് പറയാണ്. അങ്ങനെ അച്ചു പറയുന്നുണ്ട്, ശരി ചേച്ചി, ഞങ്ങൾ തീരുമാനിക്കാമെന്ന് പറയാണ്. അങ്ങനെ അമ്പാട്ടുകാർ ടൂറ് പോകുന്ന കാര്യം രുക്കു വിളിച്ച് ചന്ദ്രയെ അറിയിക്കുകയാണ്. ചന്ദ്ര ഇത് നേരെ പോയി വിജയ് ശങ്കറിനോട് പറയുന്നുണ്ട്, ഇതെങ്ങനെ അറിഞ്ഞു എന്ന് ചോദിക്കുമ്പോ ചന്ദ്ര പറയുന്നുണ്ട്, രുക്കു വിളിച്ച് പറഞ്ഞതാണ്, ചിന്നുവിനെ കൊണ്ട് ടൂർ പ്ലാൻ ചെയ്ത നിങ്ങളിപ്പോ ആരായി, ചിന്നു നിങ്ങളെ നൈസായിട്ട് ഒഴിവാക്കിയതാണ്, ഇപ്പോഴെങ്കിലും നിങ്ങൾക്കത് മനസ്സിലായോ, ചിന്നു നിങ്ങൾ കരുതുന്ന പോലെ ഒരു പെണ്ണല്ല എന്ന് ചന്ദ്ര പറയുമ്പോ വിജയ് ശങ്കർ പറയുന്നുണ്ട്, അവളുടെ അമ്മ തീരുമാനിച്ചതാവും ഇത്, അവൾക്ക് എന്തായാലും കൂടെ പോയല്ലേ പറ്റൂ എന്ന് പറയുമ്പോ ചന്ദ്ര വീണ്ടും പറയുന്നുണ്ട്, അവിടെയാണ്
നിങ്ങൾക്ക് തെറ്റുപറ്റിയത്. ഈ ടൂർ പ്രോഗ്രാം പ്ലാൻ ചെയ്തിരിക്കുന്നത് ചിന്നു ആണ്. അവൾ ഇവിടെ വന്നപ്പോൾ എന്തൊക്കെ ഡയലോഗാണ് തട്ടിവിട്ടത്. അച്ഛനും അമ്മയും ഇല്ലാതെ ഒരു ടൂറ് അവൾക്ക് മനസ്സിൽ പോലും ചിന്തിക്കാൻ കഴിയില്ലെന്ന്. എന്നിട്ടിപ്പോ അമ്മയ്ക്കും അമ്മാവന്മാർക്കും കൂടെ അവൾക്ക് ടൂറ് പോവാൻ ഒരു മടിയുമില്ല. എന്തായാലും എനിക്കൊരു കാര്യം മനസ്സിലായി, നിങ്ങളെ അവൾക്ക് ഇഷ്ടമല്ല. അവള് നിങ്ങളെ പറഞ്ഞു പറ്റിക്കുകയാണെന്ന് പറയുമ്പോ വിജയ് ശങ്കർ ചോദിക്കുന്നുണ്ട് ടൂറ് പോവാൻ അവര് തീരുമാനിച്ചു കഴിഞ്ഞോ എന്ന്. അവരെന്തായാലും ഫിക്സ് ചെയ്ത് കഴിഞ്ഞു എന്ന് ചന്ദ്ര പറയുമ്പോ വിജയ് ശങ്കർ പറയുന്നുണ്ട് എന്നാൽ അവർ ഈ ടൂറ് പോവില്ല. എന്റെ കൂടെ ടൂറ് വരാത്ത ചിന്നു അവളുടെ അമ്മയ്ക്കും അമ്മാവന്മാർക്കും ഒപ്പം പോവില്ല. ഈ ടൂർ പ്രോഗ്രാം ആരും മുടക്കേണ്ടി വരില്ല, അത് തന്നെ മുടങ്ങിക്കോളും. ബട്ട് വീട്ടിൽ സന്തോഷമുണ്ടെങ്കിലല്ലേ ഈ ടൂർ പോവാനായി കഴിയൂ. അതെന്തായാലും ഉണ്ടാവില്ലെന്ന് തീരുമാനിച്ചുറപ്പിക്കുകയാണ് വിജയ് ശങ്കർ. പിറ്റേ ദിവസം അർച്ചനയും ചിന്നുവും കൂടി രാവിലെ അമ്പലത്തിലേക്ക് വരികയാണ്. അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം ചിന്നു അർച്ചനയോട് പറയുന്നുണ്ട് അമ്മ എനിക്ക് 18 വയസ്സായില്ലേ, ഞാൻ സ്കൂട്ടി പഠിക്കാൻ പോയിക്കോട്ടെ എന്ന് ചോദിക്കുകയാണ്. അർച്ചന ഇപ്പൊ പറയുന്നുണ്ട് ശരി, അത് നമുക്ക് പരിഗണിക്കാം, ഞാൻ അമ്മാവന്മാരോട് സംസാരിക്കാം, സമയമാവുമ്പോൾ ഞാൻ പറയാമെന്ന് പറയുന്നുണ്ട്. ഇത് കേട്ട് ചിന്നുവിനാകെ സന്തോഷാവുന്നുണ്ട്. അതിനുശേഷം ചിന്നു പറയുന്നുണ്ട് അമ്മേ എനിക്ക് പോകുന്ന വഴി സൂപ്പർ മാർക്കറ്റിലൊന്ന് കയറണം, എനിക്ക് ഒരു ബുക്ക് വാങ്ങാനുണ്ടെന്ന് പറയാണ്. അർച്ചന ഇപ്പൊ പറയുന്നുണ്ട് ലേറ്റ് ആവരുത്, പെട്ടെന്ന് തന്നെ വാങ്ങണമെന്ന് പറഞ്ഞ് വണ്ടിയും എടുത്ത് അർച്ചനയും ചിന്നുവും കൂടി പോവുകയാണ്. സൂപ്പർ മാർക്കറ്റിൽ എത്തുന്ന അർച്ചന അതിന്റെ മുന്നിൽ സിഗരറ്റ് വലിച്ചു നിൽക്കുന്ന രക്ഷകനെ കണ്ട് ആകെ ഷോക്കാവുന്നുണ്ട്. പിന്നീട് വെപ്രാളപ്പെട്ടുകൊണ്ട് അർച്ചന വേഗം തന്നെ ചിന്നുവിനെ വിളിച്ചുകൊണ്ട് സൂപ്പർ മാർക്കറ്റിന്റെ അകത്തേക്ക് പോവുകയാണ്. ചിന്നുവിനോട് ബുക്സ് എടുക്കാൻ പറഞ്ഞുകൊണ്ട് അർച്ചന ആ രക്ഷകനെ അവിടെ തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ എവിടെയും അദ്ദേഹത്തെ കാണുന്നില്ല. അവിടെയുള്ള ആളുകളോടെല്ലാം ആ രക്ഷകനെ കണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവരാരും ഞങ്ങൾക്ക് അങ്ങനെ ആളെ അറിയില്ല എന്ന് പറയാണ്. അർച്ചനയുടെ വെപ്രാളം കണ്ട് ചിന്നുവിനാണെങ്കിൽ ആകെ സംശയം തോന്നുന്നുണ്ട്. ചിന്നു എന്നിട്ട് അർച്ചനയോട് ചോദിക്കുന്നുണ്ട് അമ്മ ഇത് ആരെയാണ് തെരയുന്നത്, അമ്മയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, എന്തെങ്കിലും ടെൻഷൻ ഉണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ്. അർച്ചന അപ്പൊ പറയുന്നുണ്ട് ഒന്നുമില്ല, നീ ബുക്ക് എടുക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അർച്ചന അവിടെ ഫുള്ളും രക്ഷകനെ തെരഞ്ഞുകൊണ്ട് നടക്കുകയാണ്. ചിന്നു ആണെങ്കിൽ ഒരു ബുക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് JK അങ്ങോട്ടേക്ക് വരുന്നത്. ചിന്നു ഏത് ബുക്ക് എടുക്കണമെന്ന് കൺഫ്യൂഷനായി നിൽക്കുമ്പോ രക്ഷകൻ ബുക്ക് എടുക്കുകയാണ്. മോളെ കോളേജിലേക്കാണെങ്കിൽ ഈ ബുക്കാണ് നല്ലതെന്ന് പറഞ്ഞു ചിന്നുവിന്റെ കയ്യിൽ ഒരു ബുക്ക് കൊടുക്കാണ്. ചിന്നുവിന് ആ ബുക്ക് കണ്ട് വളരെ ഇഷ്ടാവുന്നുണ്ട്. പിന്നീട് JK ഒരു പേന തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. JKക്ക് ഒരു പേനയും ഇഷ്ടാവുന്നില്ല. ചിന്നു അപ്പൊ ചോദിക്കുന്നുണ്ട് അങ്കിൾ പേന സെലക്ട് ചെയ്യാണോ, ഇതാ ഈ പേന നല്ലതാണെന്ന് പറഞ്ഞു ഒരു പേന സെലക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. JK അപ്പോ ചിന്നുവിനോട് താങ്ക്സ് മോളെ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും പോവുകയാണ്. എന്നാൽ അവിടെയൊന്നും JKയെ കാണാതെ വരുമ്പോൾ അർച്ചന ചിന്നുവിന്റെ അടുത്തേക്ക് വേഗം വന്നുകൊണ്ട് പറയുന്നുണ്ട് മോളെ ബുക്ക് എടുത്തോ, എന്നാൽ പെട്ടെന്ന് വായു എന്ന് പറഞ്ഞ് ബില്ലിംഗ് സെക്ഷന്റെ അടുത്തേക്ക് പോവുകയാണ്. എന്നിട്ട് ബില്ല് പേ ചെയ്തുകൊണ്ട് അവര് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. അപ്പോഴാണ് ഒരാൾ വന്ന് അർച്ചനയോട് പറയുന്നത് മാഡം നേരത്തെ ഒരാളെ കുറിച്ച് ചോദിച്ചില്ലേ, അയാൾ ഇപ്പൊ ഇവിടെ ഉണ്ടായിരുന്നു, ഇപ്പൊ പുറത്തേക്ക് പോയതുള്ളൂ എന്ന് പറയാണ്. അർച്ചന അപ്പോൾ വേഗം തന്നെ ചിന്നുവിനെ വിളിച്ചുകൊണ്ട് പുറത്തേക്ക് പോയി. JK അവിടെയെല്ലാം തിരയാണ്, എന്നാൽ അയാളെ കാണുന്നില്ല. ചിന്നു അപ്പൊ വീണ്ടും ചോദിക്കുന്നുണ്ട് എന്താണ് അമ്മ പ്രശ്നം, ശരിക്കും അമ്മ ആരെയാണ് അന്വേഷിച്ചത് എന്ന് ചോദിക്കുകയാണ്. അർച്ചന അപ്പൊ പറയുന്നുണ്ട് ആരെയില്ല മോളെ, നിനക്ക് അവരെ അറിയില്ലെന്ന് പറയുമ്പോ ചിന്നു വീണ്ടും ചോദിക്കുന്നുണ്ട് അമ്മ അന്ന് ഒരു കേസിന്റെ ആവശ്യത്തിനായി കരിമലക്കുടിയിൽ പോയില്ലേ, അവിടെയുള്ള ആ സാക്ഷിയാണോ അമ്മ നോക്കുന്നതെന്ന് ചോദിക്കുമ്പോ അർച്ചന പറയുന്നുണ്ട് അതെ, അയാൾ ഒരു സാക്ഷി തന്നെയാണ്, കേസിന്റെ സാക്ഷി എന്ന് പറഞ്ഞുകൊണ്ട് ചിന്നുവിനെയും വിളിച്ചുകൊണ്ട് അവിടെ നിന്നും പോവുകയാണ്. പിന്നീട് JK നേരെ എത്തുന്നത് വിജയ് ശങ്കറിന്റെ ഓഫീസിലേക്കാണ്. കാറിൽ നിന്ന് ഇറങ്ങിയതും JK ഒരു സിഗരറ്റ് എടുത്ത് വലിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് വിജയ് ശങ്കറിന്റെ അസിസ്റ്റന്റ് വക്കീൽ വരുന്നത്. അയാളോട് ഈ വിജയ് ശങ്കറിന്റെ ഓഫീസ് ഏതാണെന്ന് JK ചോദിക്കുകയാണ്. അപ്പോഴാ അസിസ്റ്റന്റ് വക്കീൽ പറയുന്നുണ്ട് വരൂ സാർ, വിജയ് ശങ്കർ സാർ അകത്തുണ്ട്, ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് JKയും വിളിച്ചുകൊണ്ട് ആ വക്കീൽ അകത്തേക്ക് പോവുകയാണ്. പിന്നീട് വിജയ് ശങ്കറും JKയും തമ്മിൽ പരിചയപ്പെടുന്നുണ്ട്. JK അപ്പോഴും വിജയ് ശങ്കറിനോട് പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. രണ്ടുപേരും കടുംപിടുത്തത്തോടെയാണ് സംസാരിച്ചു അങ്ങനെ ഇരിക്കുന്നത്. വിജയ് ശങ്കർ ചോദിക്കുന്നുണ്ട് കേസ് എന്താണെന്ന് നിങ്ങൾ പറയൂ, എനിക്ക് തിരക്കുണ്ടെന്ന് പറയുമ്പോ JK പറയുന്നുണ്ട് ഞങ്ങളെ പോലുള്ള കക്ഷികളുള്ളത് കൊണ്ടല്ലേ നിങ്ങൾക്ക് കേസ് കിട്ടുന്നത്, എന്റെ കേസ് ജയിപ്പിക്കാൻ പറ്റുമെങ്കിൽ മാത്രമേ നിങ്ങൾ എന്റെ വക്കാലത്തെ ഏറ്റെടുക്കാൻ പാടൂ എന്ന് JK പറയുമ്പോ വിജയ് ശങ്കർ ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്നെ മനസ്സിലാവാതെയാണോ നിങ്ങൾ എന്നെ കാണാനായി വന്നത് എന്ന് ചോദിക്കുമ്പോ അസിസ്റ്റന്റ് വക്കീൽ പറയുന്നുണ്ട് JKയോട് സാറിനെ കുറിച്ച് നിങ്ങൾക്കറിയില്ലേ, എത്രയോ കേസുകൾ സാറ് ജയിപ്പിച്ചിട്ടുണ്ട് എന്നെല്ലാം ആ വക്കീൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ പുറത്തു നിന്നുകൊണ്ട് ഇതെല്ലാം ഒളിഞ്ഞു നോക്കുകയാണ് വസു. പെട്ടെന്ന് തന്നെ വസു ദീപ്തിയുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്
ദീപ്തി ഒരു കോൾ ഒത്തു വന്നിട്ടുണ്ട്. കക്ഷി വിജയ് ശങ്കറിന്റെ ഓഫീസിൽ കയറിയിട്ടുണ്ട്. അയാളെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല. പക്ഷേ ആ കക്ഷി നിസാരക്കാരനല്ല എന്ന് വസു പറയുമ്പോ ദീപ്തി വസുവിനോട് പറയുന്നുണ്ട്, അപ്പോ കാര്യമായിട്ട് തടയാനുള്ള കക്ഷി തന്നെയാണ് അയാൾ. വിജയ് ശങ്കറിന് വക്കാലത്ത് കൊടുക്കുന്നതിനു മുന്നേ ആ കക്ഷിയെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ എന്തെങ്കിലും വഴിയുണ്ടോ? നീ എന്തായാലും നിന്റെ സ്പൈ വർക്ക് തുടരട്ടെ. ആ കക്ഷിയെ ചാക്കിട്ട് പിടിക്കുന്ന കാര്യം ഞാൻ ഏറ്റു എന്ന് ദീപ്തി വസുവിനോട് പറയാണ്. അതിനുശേഷം വീണ്ടും ജെകെയും വിജയ് ശങ്കറും തമ്മിൽ സംസാരിക്കുകയാണ്. വിജയ് ശങ്കറിന്റെ വീരവാദങ്ങളെല്ലാം അടിച്ചമർത്തിക്കൊണ്ട് തന്നെയാണ് ജെകെ സംസാരിക്കുന്നത്. ഇത് കേട്ട് വിജയ് ശങ്കറിന് ദേഷ്യം വരുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ കൂടുതലൊന്നും സംസാരിക്കണ്ട. കോടതിയിൽ കേസ് വാദിക്കുന്നത് വക്കീലാണ്, അല്ലാതെ കക്ഷിയല്ല എന്ന് പറയുമ്പോ ജെകെക്ക് ഇത് കേട്ട് ദേഷ്യം വരികയാണ്. ഇതോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.